എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിതാമ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടന്റ്. പുതിയ വർഷമാണല്ലേ, 1200 ആണ്ട് പിറന്ന് പുതിയ വർഷമാണ്. അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഖമുദ്ര, അല്ലെ? എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും. മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം. ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? സാരമില്ലാന്നേ, ചിങ്ങം തന്നെയല്ലേ, പുതുവർഷമാണല്ലോ. ഇനി ഇപ്പൊ ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് 1200 ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിക്കുരു ശാസ്ത്രപ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. രോഹിണി നക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? മാനസികമായ പിരിമുറുക്കങ്ങൾ, മനക്ലേശം, ധനനഷ്ടം ഒക്കെ ഉണ്ടായി ഏകദേശം ഇനി എന്തും വരുന്നത് വരട്ടെ, എന്തും നേരിടാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെ? കുഴപ്പമില്ല, ഈ വർഷം കുറെ ആശാവഹമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെലവ് അധികരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ മാനസികമായിട്ട് കുറച്ച് മനസമാധാനക്കേടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുരസ്കാരങ്ങൾ ലഭിക്കും. അതുപോലെ വിവാഹമൊക്കെ മാറി നിൽക്കുന്നവർക്ക്, തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ധനലാഭം, അതുപോലെ മാനസികമായ നേട്ടങ്ങള്, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ പൊതുവിൽ പറയുമ്പോൾ സമാധാനവും സന്തോഷവും ഒക്കെ വണ്ടി പിടിച്ചിങ്ങ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊരു പ്രാർത്ഥനയും കൂടി അങ്ങ് ആക്കി കൊടുത്ത് നമ്മൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നേരെ ആക്കി നല്ല ബലത്തിന് സന്തോഷമായിട്ട് അങ്ങ് നിന്ന് കൊടുത്താൽ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു പോകുന്ന വർഷമാണ് 1200 ആണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ചെറിയ അകൽച്ചകളൊക്കെ ഉണ്ടാവും. കാരണം അറിയാത്ത രീതിയിലുള്ള കാര്യം എന്തെന്നറിയാതെ ചിന്തിച്ച് ആദ്യ പിടിക്കുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയൊരു എന്താ പറയാ, അല്ലെങ്കിൽ മനക്ലേശമൊക്കെ ഉണ്ടാവും. ആരോഗ്യമൊക്കെ തൃപ്തികരമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വന്നാൽ വെച്ചോണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടോണം കേട്ടോ. ഇന്നാട്ടെ അല്ലെങ്കിൽ നാളെ ആട്ടെ, ഇനി വയ്യാന്നേ, നാളെ പോയി കാണാം എന്നൊന്നും വിചാരിച്ച് വെച്ചോണ്ടിരിക്കണ്ട. എത്രയും പെട്ടെന്ന് പൊക്കോളൂ. അന്നേരെ പോയി മരുന്ന് വാങ്ങുക, വന്ന് സമാധാനമായിട്ട് ഇരിക്കാലോ. പിന്നെ സ്വന്തമായി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാതെ നല്ല വിദഗ്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെ എടുക്കുക കേട്ടോ. അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ട് നമ്മൾ മരുന്ന് വാങ്ങുക. മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടല്ലേ, അതിനൊക്കെ ഒരു മാറ്റം വന്നോളൂന്നേ, അതൊന്നും പേടിക്കണ്ട. ഒരുപാട് ലൈഫിൽ എന്താ പറയാ, സങ്കടങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചില്ലേ, ഇനിയൊക്കെ ഒരു മാറ്റമൊക്കെ വരും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഹൃദ്യമായി പെരുമാറുക എന്നുള്ളതൊക്കെ ഇവരുടെ ജന്മസിദ്ധമായ ഒരു കഴിവാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ആരെയും ആകർഷിക്കുന്ന രീതിയായിരിക്കും ഇവരുടെ സംസാര ശൈലി, പ്രവർത്തനങ്ങളും. ഇവർ വെറുതെ എന്തൊരു കാര്യം ചെയ്താൽ പോലും അത് മറ്റുള്ളവർക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഏത് വിഷയത്തെക്കുറിച്ചും നല്ല തെളിവോടെ സംസാരിച്ച് ഏവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ഇവർ സമർത്ഥരായിരിക്കും. നല്ല സംസാര ചാതുര്യമുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ. ആരെയും ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിന് ഒരു പ്രത്യേക വൈദഗ്ധ്യം ഇവർക്ക് ഉണ്ടാവും കേട്ടോ. ഏത് രംഗത്തായാലും അത് ഇവർക്ക് വഴങ്ങുന്നതായിരിക്കും. സാവകാശത്തിൽ അതിന്റെ ഉച്ചകോടിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതുമാണ്. പുത്തൻ ആശയങ്ങൾ മെനഞ്ഞെടുത്ത് അവ പ്രായോഗികമാക്കുന്ന കാര്യത്തിലും ഇവർ മുൻപന്തിയിൽ തന്നെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിഷ്കളങ്കരാണ് കേട്ടോ. ഉള്ളിലുള്ളത് വെട്ടി തുറന്നങ്ങ് പറയുമെങ്കിലും മറ്റുള്ളവർ ഇവരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരുമാണ്. കാരണം ഇവര് വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുകയും പറയുകയും ചെയ്യുന്നത്. പക്ഷെ കേൾക്കുന്നവര് അതിന് ഒരു എന്താ പറയാ, ധ്വനിയർത്ഥം അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ചിന്തിക്കുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കാര്യം നല്ല രീതിയിൽ പറഞ്ഞാലും അതിന് കുറ്റം കണ്ടുപിടിക്കാൻ ആളുകൾ എപ്പോഴും ഉണ്ടാവുന്നു എന്ന് പറയില്ലേ, അത് ഇവരുടെ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമായിരിക്കും, വളരെ കറക്റ്റ് ആയിരിക്കും.
അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് പ്രതീക്ഷ തന്നെ നിൽക്കുക. കാരണം ഞാൻ പറയുന്നത് കൊണ്ട് അല്ലെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരെന്നെ നല്ലതെന്നൊന്നും പറയത്തില്ല, എന്തായാലും ചീത്ത എന്ന് മാത്രമേ പറയുള്ളൂ എന്നുള്ളൊരു മുൻവിധിയോട് കൂടി നമ്മൾ നിന്നാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. അവരെന്ത് പറഞ്ഞാലും നമ്മൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്, ഇവരിതൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുക. അതുപോലെ തന്നെ വളരെ കാലമായി കൈവശം വന്നു ചേരേണ്ടതായ ധനം അല്ലെങ്കിൽ ഭൂസ്വത്തൊക്കെ വന്നു ചേരാൻ യോഗമുണ്ട്. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നികത്തി എടുത്തു വരാൻ പറ്റുന്ന വർഷമായിരിക്കും. തൊഴിൽ ആയിട്ടൊക്കെ വിദേശങ്ങളിലൊക്കെ പോയി ജോലി ഒന്നും സ്ഥിരമാകാതെ കണ്ട് അലഞ്ഞ് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു വർഷമാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഈ 1200-ാം ആണ്ട് വർഷത്തെ ഫലമാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ഗ്രഹനിലയും കുടുംബ പശ്ചാത്തലവും പിതൃക്കളുടെ പ്രീതിയും ദേവതാ പ്രീതികളും പരദേവതാ പ്രീതി സർപ്പ സങ്കല്പങ്ങളുടെയൊക്കെ പ്രീതിയൊക്കെ ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ രോഹിണി നക്ഷത്രത്തിന് നല്ല ഫലമാണ് പറഞ്ഞത്, എന്നിട്ട് എനിക്കിതൊന്നും പ്രയോഗത്തിലൊന്നും വന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട, അതൊക്കെ വന്നോളും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല കൃത്യമായ നിഷ്ഠയോടെ നമ്മുടെ ജീവിതചര്യകൾ നമ്മളൊരു അടുക്ക് ചിട്ട ഉണ്ടാക്കിയെടുക്കണം. അധികം രോഹിണി നക്ഷത്രക്കാർക്കും വലിയ അടുക്ക് ചിട്ടയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ, അവരൊക്കെ ലൈഫിൽ സക്സസ് ആയിട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് യാതൊരു പ്രശ്നവും സക്സസ് ആവാൻ പറ്റുന്ന വർഷമാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേ വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടിട്ട് അപ്പം തന്നെ വളരെ ഹാപ്പി ആയിട്ട് അതിനെ പോസിറ്റീവായിട്ട് എടുത്ത്, എന്തൊരു നെഗറ്റീവ് വരുമ്പോഴും അതിനെ പോസിറ്റീവ് ആയിട്ടെടുത്ത് ലൈഫിൽ മുന്നേറാൻ വേണ്ടി റെഡിയല്ലേ? അപ്പൊ ഇത്രയും സമയം എന്നോടത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.